നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ദേശീയപാതയിൽ മണലി പാലത്തിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മിനി ലോറിക്ക് പുറകിൽ ടോറസ് ലോറിയിടിച്ച് അപകടം. 3 മണിക്കൂറോളം നീണ്ട ഗതാഗത കുരുക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മറ്റത്തൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ നിർമ്മിച്ച മഠം ചെക്ക് ഡാം റോഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2-ന് പുതുക്കാട് ഹോളിഡേ പാർക്ക് റെസിഡൻസിയിൽ വെച്ച് നടക്കും. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. മാധ്യമപ്രവർത്തകരെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി കൂടിയായ നടൻ സുരേഷ് ഗോപി. മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോഴാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ മണലി പാലത്തിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വൈക്കോൽ കയറ്റിയ മിനി ലോറിക്ക് പുറകിൽ ടോറസ് ലോറിയിടിച്ച് അപകടം. ദേശീയപാതയിൽ 3 മണിക്കൂറോളം ഗതാഗത കുരുക്കുണ്ടായി. നിറയെ കരിങ്കല്ലുമായി കയറ്റി വന്ന ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ടോറസ് ലോറി ദേശീയപാതയ്ക്ക് കുറുകെ കിടന്നതോടെ ചാലക്കുടി ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ടോറസ് ലോറിയുടെ ഓയിൽ ചോർന്ന് റോഡിലേക്ക് പടർന്നു. ഇതോടെ ഗതാഗതം നിയന്ത്രിക്കേണ്ടി വന്നു. ഏറെ പണിപ്പെട്ടാണ് മൾട്ടി ആക്സിൽ ടോറസ് ലോറി ദേശീയപാതയിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയത്. ഇരുമ്പ് കൊണ്ടുള്ള വൈദ്യുത പോസ്റ്റും ഒടിഞ്ഞത് വെല്ലുവിളിയായി. പുതുക്കാട് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് റോഡിൽ നിന്നും ഓയിൽ നീക്കം ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. മേഖലയിലെ വൈദ്യുത കേബിൾ ബന്ധവും താറുമാറായി. 9:30ഓടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 6:30-നായിരുന്നു അപകടം നടന്നത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. മാധ്യമപ്രവർത്തകരെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി കൂടിയായ നടൻ സുരേഷ് ഗോപി. മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോഴാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. നടൻ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകർ. മാധ്യമങ്ങൾക്കുള്ള തീറ്റ മാത്രമാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. വലിയ ഒരു സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. വിഷയം കോടതിയിലുള്ള കാര്യമാണ്. കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അമ്മ ഓഫീസിൽ നിന്നാണ് ഇറങ്ങി വരുമ്പോൾ ഇക്കാര്യം തന്നോട് ചോദിക്കേണ്ടിയിരുന്നത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഒരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ ആകെ വഴിതിരിച്ചുവിടുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നും സുരേഷ് ഗോപി ഒല്ലൂരിൽ പറഞ്ഞു. കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? കോടതി പറയും അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാനിതൊരു നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല. ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. ഇല്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. ഓണാഘോഷം മാറ്റിവെച്ച് വയനാട്ടിലെ ദുരിതബാധിതർക്കായി പണം സ്വരൂപിച്ച് പുതുക്കാട് പഞ്ചായത്ത് 5ാം വാർഡിലെ നവദർശ് തണൽ സംഘടനയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച പണം ഡെപ്യൂട്ടി കളക്ടർ ജ്യോതിക്ക് കൈമാറി. തണൽ സംഘടനാ ഭാരവാഹികളായ സുകുമാരൻ, കുഞ്ഞിപ്പാലു, ജോർജ്, ലീല, വാർഡംഗം അനൂപ് മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു. മറ്റത്തൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. കോടാലി വെള്ളിക്കുളങ്ങര റോഡ് സഞ്ചാരയോഗ്യമാക്കുക, തെരുവുനായ ശല്യത്തിന് പരിഹാരമുണ്ടാക്കുക, ക്രിമിറ്റോറിയം തുറന്നുകൊടുക്കുക, പഞ്ചായത്തിലെ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. രഞ്ജിത്ത് കൈപ്പിള്ളി, AM ബിജു, CH സാദത്ത്,
സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, ശിവരാമൻ പോതിയിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, KS സൂരജ്, ഷൈനി ബാബു, ശാലിനി ജോയ്, പോൾ പുല്ലോക്കാരൻ, നൈജോ ആൻഡോ, ഷീല വിപിനചന്ദ്രൻ, സന്തോഷ് കൊള്ളിവളപ്പിൽ, ലിനോ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. എന്ത് വികസനമാണ് ഈ നാട്ടിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചത്? നിങ്ങൾ വീട്ടു നികുതി വർദ്ധിപ്പിച്ചു, ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളത്തിന്റെ ടാക്സ് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ വീട് പണിയുമ്പോൾ അതിന്റെ വീട് പണിയാൻ പെർമിറ്റ് കിട്ടണമെങ്കിൽ അതിന്റെ തുക 3-4 ഇരട്ടിയാക്കി. അത് ശക്തമായ സമരം വന്നപ്പോൾ നക്കാപ്പിച്ച് കുറച്ചു. ഇതിനെതിരെ എന്തുകൊണ്ട് DYFI കാലം പ്രതികരിക്കുന്നില്ല? 6 വർഷങ്ങൾ പിന്നിടുമ്പോഴും നമുക്ക് ആ റോഡിന്റെ ശോചനീയ അവസ്ഥ കാണാൻ കഴിയും. ഇനി അത് കഴിഞ്ഞ് ഇവിടെ 3.5 വർഷം മുമ്പ് KK രാമചന്ദ്രനെ ഇവിടുത്തെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷം മുമ്പാണ് ഈ പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും അതുപോലെ തന്നെ വെള്ളിക്കുളങ്ങര കോടാലി റോഡിലെ ഗുണഭോക്താക്കളെയും വിളിച്ച് ഇവിടെ ഈ പഞ്ചായത്തിൽ യോഗം ചേർന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ നിർമ്മിച്ച മഠം ചെക്ക് ഡാം റോഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തെ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 8.4 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിച്ചത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ് എന്നിവർ പ്രസംഗിച്ചു. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2-ന് പുതുക്കാട് ഹോളിഡേ പാർക്ക് റെസിഡൻഷ്യയിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MLAമാരായ KK രാമചന്ദ്രൻ, TJ സനീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ KS അനിൽ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ എന്നിവരും COA, KCCL, കേരള വിഷൻ പ്രതിനിധികളും പങ്കെടുക്കും. 1 മണിക്ക് പുരസ്കാര ജേതാക്കളായ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും. ഇൻഫോനെക്സസ് ചെയർമാൻ ആന്റോ വി മാത്യു, അസിസ്റ്റന്റ് MD P ഗോപകുമാർ, ഡയറക്ടർമാരായ R മോഹനകൃഷ്ണൻ, KI ഷീഫർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇൻഫോനെക്സസ് പുതുക്കാട് കഴിഞ്ഞ 23 വർഷങ്ങളായി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ കേബിൾ TV സേവനങ്ങൾ കൊടുക്കുന്ന കമ്പനിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നടത്തി വരാറുള്ള വിദ്യാഭ്യാസ പുരസ്കാരം ഈ വർഷവും മനോഹരമായിട്ടുള്ള രീതിയിൽ 28-ാം തീയതി ബുധനാഴ്ച ഹോളിഡേ പാർക്ക് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പുതുക്കാടിൻ്റെ MLA ആയിട്ടുള്ള ശ്രീ KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. സനീഷ് കുമാർ ജോസഫ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഒപ്പം തന്നെ വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ KS അനിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ഞങ്ങളുടെ സംഘടനയുടെയും വിവിധ കമ്പനികളുടെ കേരള വിഷൻ, KCCL ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികളുടെ ഭാരവാഹികളും ഈ യോഗത്തിൽ പങ്കെടുക്കും. COA എന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് കീഴിൽ അണിനിരന്നുകൊണ്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ സംരംഭകരാക്കിക്കൊണ്ട് നടത്തിവരുന്ന കേരള വിഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ പുതുക്കാട് ഇൻഫോനെക്സസും. അപ്പൊ എല്ലാ വർഷവും നടത്തി വരാറുള്ള പോലുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വർഷവും നടത്തുന്നത്. ഞങ്ങളുടെ വരിക്കാരിൽ നിന്ന് ഏറ്റവും മികച്ച വിജയം നേടിയ 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയാണ് ഇവിടെ ആദരിക്കുക. മുഴുവൻ A+ നേടിയ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെയാണ് ഈ തരുണത്തിൽ ആദരിക്കുന്നത്. ആദരണത്തിന്റെ ഭാഗമായിട്ട് അവർക്കൊരു മൊമെന്റവും ക്യാഷ് അവാർഡും നൽകുന്നതായിരിക്കും. അതൊക്കെ അതാത് സ്ഥലത്തെ ഓപ്പറേറ്റർമാർ തന്നെയാണ് അവർക്ക് വേണ്ട ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് എല്ലാവരെയും പ്രിയപ്പെട്ട നാട്ടുകാരെ മുഴുവനായും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പുതുക്കാട് ഇൻഫോനെക്സസിന്റെ കീഴിൽ 55 ഓപ്പറേറ്റർമാരാണ് നിലവിലുള്ളത്. നിങ്ങളുടെ പാലിയേക്കര ടോൾ പ്ലാസ മുതൽ ചിറങ്ങര, അങ്കമാലി ചിറങ്ങര വരയ്ക്കും, അതുപോലെ ചിമ്മിനി ഡാം, അതുപോലെ അതിരപ്പള്ളി റൂട്ടിൽ മലക്കപ്പാറ വരയ്ക്കും നമ്മുടെ നെറ്റ്വർക്ക് വ്യാപനം നിലനിൽക്കുന്നുണ്ട്. എന്നീ ഏരിയകളിൽ കൂടാതെ ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, അങ്കമാലി 4 നിയോജക മണ്ഡലങ്ങളാണ് നമ്മുടെ ഏരിയ കവർ ചെയ്ത് പോകുന്നത്. ഇൻഫോനെക്സസിന്റെ NCTV ചാനലിൽ കൂടെ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ഈ പ്രദേശങ്ങളിൽ വിജയം നേടിയ കുട്ടികൾക്കുള്ള ആദരവാണ് നമ്മൾ നൽകുന്നത്. സാധാരണക്കാരുടെ മേഖലകളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന NCTV
ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇന്റർനെറ്റ് യുഗത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സാധാരണ BPL കുടുംബങ്ങൾ എന്നുള്ള ഉപരിയായി എല്ലാ ചെറുകിട കുടുംബങ്ങൾക്ക് പോലും പ്രാപ്യമാകുന്ന രീതിയിലുള്ള ഇന്റർനെറ്റ് പ്ലാനുകളും നമ്മൾ ഈ ചടങ്ങിൽ ആവിഷ്കരിക്കുകയാണ്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രിൻസ് ആ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ഈ ചടങ്ങിൽ വെച്ചിട്ട്. കൂടാതെ നമ്മുടെ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബുരാജ് ഇതിൽ ആശംസകൾ അർപ്പിക്കും. കൂടാതെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള സെബി കൊടിയൻ ഈ ചടങ്ങിൽ ആശംസ അറിയിക്കുന്നതാണ്. കൂടാതെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് PB, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, കൂടാതെ തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ്, കേരള വിഷൻ ചെയർമാൻ PM നാസർ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, ജില്ലാ പ്രസിഡന്റ് ശ്രീ സുഭാഷ് TD തുടങ്ങി കേബിൾ TV പുതുക്കാട് മേഖലാ പ്രസിഡന്റ് ഷീഫർ, സെക്രട്ടറി റാഫേൽ എന്നിവരെല്ലാം തന്നെ ഇതിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് പുരസ്കാര വിതരണത്തിന്റെ ഭാഗങ്ങളായി മാറുന്നു. INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ ധർണ നടത്തി. തൊഴിലാളികൾക്ക് വർഷത്തിൽ 200 ദിവസം തൊഴിൽ നൽകുക, ദിവസക്കൂലി 699 രൂപയാക്കുക, ESI അനുവദിക്കുക, ജോലി സമയത്ത് അപകടം സംഭവിച്ചാൽ 1923 നടപ്പാക്കിയിട്ടുള്ളവർക്ക് കോമ്പൻസേഷൻ നിയമം പ്രാബല്യത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് PB സത്യൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മുത്രത്തിക്കര മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ കൗൺസിലർമാരായ ബൈജു കുറ്റിക്കാടൻ, ബിജു പോൾ അക്കരക്കാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റീന ഫ്രാൻസിസ്, ഭരതൻ പൊന്തേങ്കണ്ടത്ത്, MA അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. പ്രവീൺ ഞാറ്റുവെട്ടി, ബിജോയ് കാറളം, ഷിനോജ് പടിയൂർ എന്നിവർ നേതൃത്വം നൽകി. അതുകൊണ്ട് തന്നെ പരമാവധി തൊഴിൽ ദിനങ്ങൾ 200 ദിവസമെങ്കിലും തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടെയാണ് നമ്മുടെ ഈ ഒരു ശ്രമം, ഈ ഒരു ധർണ നമ്മൾ ഇന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്ക് ഓഫീസ് കേന്ദ്രങ്ങളിലും ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് വേണ്ടി എന്നും എല്ലാ തൊഴിൽ പ്രേമങ്ങളും ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റുകളാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഈ ആനുകൂല്യങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരത്തിന് അർഹനായ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ KK രാമചന്ദ്രൻ MLA ആദരിച്ചു. പെരുവനം കുട്ടന്മാരാർ, ജയരാജ് വാര്യർ, അഷ്ടമൂർത്തി, പ്രിയനന്ദനൻ, PK ഭരതൻ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M മനോജ്, ഗ്രാമപഞ്ചായത്ത് അംഗം K രവീന്ദ്രനാഥ്, പെരുവനം സതീശന്മാരാർ, കലാസാംസ്കാരിക സാഹിത്യ പ്രവർത്തകർ എന്നിവർ പ്രസംഗിച്ചു. പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമലയിൽ നടത്തിയ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ, പുതുക്കാട് CDS ചെയർപേഴ്സൺ അമ്പിളി ഹരി, കൊടകര ബ്ലോക്ക് കൃഷി വകുപ്പ് ADS സ്വപ്ന എന്നിവർ പ്രസംഗിച്ചു. പ്രവാസി യുവാവിന്റെ മുങ്ങിമരണം നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് SYS പ്രതിഷേധ ധർണ നടത്തി. കുണ്ടായി നായാട്ടുകുണ്ട് കാരിക്കടവ് പുഴയിൽ മുങ്ങിമരിച്ച വലിയകത്ത് വീട്ടിൽ കുഞ്ഞു മുഹമ്മദ് മകൻ നസീബിന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഹാരിസൺ മലയാളം കുണ്ടായി ഓഫീസിലേക്ക് SYS മറ്റത്തൂർ സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി. SYS ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ എറിയാട് ധർണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സോൺ പ്രസിഡന്റ് അഷ്റഫ് സഅദി അധ്യക്ഷത വഹിച്ചു. സോൺ ജനറൽ സെക്രട്ടറി അഫ്സൽ മാമ്പ്ര സ്വാഗതവും സർക്കിൾ പ്രസിഡന്റ് ഷരീഫ് പത്തുകുളങ്ങര നന്ദിയും പറഞ്ഞു. സദറുദ്ദീൻ കോടാലി, ഷഫീഖ് സഖാഫി, ശിഹാബ് സഖാഫി, അനീസ് ഹസൻ, റഷീദ് പാന്തോടി, ഹബീബ് സഖാഫി, അബൂബക്കർ ചൊക്കന, സുഫിയാൻ കോടാലി, മുസ്ലിം ജമാഅത്ത്, SYS, SSF നേതാക്കളും നേതൃത്വം നൽകി. മരണപ്പെട്ട് കബറടക്കി 24 മണിക്കൂറിനുള്ളിൽ ഇത്രയും വലിയ ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യം നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ചെങ്ങാലൂർ കർഷക കൂട്ടായ്മയും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ സമിതിയും ചേർന്ന് ചെങ്ങാലൂർ
ചിറയങ്ങാട്ടുപാടത്ത് നെൽകൃഷി പാഠശാല സംഘടിപ്പിച്ചു. കൃഷി ഓഫീസർ PR കവിത പാഠശാല ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹൈസ്കൂളിലെ NSS പ്രോഗ്രാം ഓഫീസർ പ്രവീണ സുകുമാരൻ അധ്യക്ഷയായി. പാടങ്ങളെ പാഠമാക്കുന്ന വിധത്തിൽ വിപുലമായ അനുഭവ സമ്പത്ത് കർഷകരായ സുരേന്ദ്രൻ KS, കേശവൻ കേറ്റുകുളം, ലത, രാജേഷ് TV എന്നിവരും വരന്തരപ്പള്ളി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീനിവാസൻ, KK അനീഷ് കുമാർ, T ശ്രീനാഥ്, ലിൻഡോ VA എന്നിവർ പങ്കുവച്ചു. മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വിദ്യാധരൻ മാസ്റ്ററെ വല്ലച്ചിറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പുരസ്കാരം നൽകി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പള്ളി, ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, വാർഡ് അംഗങ്ങളായ K രവീന്ദ്രനാഥ്, ബെന്നി തെക്കിനിയത്ത്, രാമൻകുട്ടി, വർഗീസ് ചീനാത്ത്, PT ആന്റണി, ഷാജു പെല്ലിശ്ശേരി, CS മധുസൂദനൻ, PD തോമസ്, റോയ് പടിക്കല, വിൻസെന്റ് പിടിയത്ത്, അജിതൻ, സജീർ എന്നിവർ നേതൃത്വം നൽകി. വയനാടിനായി ആക്രി ശേഖരിച്ച് റെഡ് എലമെന്റ് ക്ലബ്ബ് പ്രവർത്തകർ. ആക്രി പെറുക്കിവിറ്റ് സമാഹരിച്ച തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി വെള്ളിക്കുളങ്ങരയിലെ റെഡ് എലമെന്റ് ക്ലബ്ബ് പ്രവർത്തകർ മാതൃകയായി. ക്ലബ്ബ് ഭാരവാഹികളായ അൽതാഫ് സുധീർ, അനന്തു K ഷാജു എന്നിവരാണ് ആക്രി ശേഖരിച്ച് വിറ്റ് 11,000 രൂപ ശേഖരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി KK രാമചന്ദ്രൻ MLAക്ക് കൈമാറിയത്. വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. ലോറി ഡ്രൈവർ തമിഴ്നാട് ഈറോഡ് സ്വദേശി 35 വയസ്സുള്ള അരുൺ ആണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:20 അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ബനാസിനി ബസും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന 15ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സഹചാരി സെന്റർ ആംബുലൻസ്, ആക്ട്സ്, ടോട്ടൽ കെയർ മെക്സിക്കാന തുടങ്ങിയ ആംബുലൻസുകളിൽ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവർ അരുണിനെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്ന ബസ്സിലും മരത്തിലും ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. തൃപ്രയാറിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ലോറിയും ബസ്സും മാറ്റിയാണ് വാഹന ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. SNDP നെന്മണിക്കര ശാഖ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് CJ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. SNDP ഡയറക്ടർ KR ഗോപാലൻ ഭദ്രദീപം കൊളുത്തി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് VP നന്ദനൻ, വൈസ് പ്രസിഡന്റ് പ്രജീഷ്, സെക്രട്ടറി VK രവി എന്നിവരെ തിരഞ്ഞെടുത്തു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ SC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് ഭരണസമിതി നിർദ്ദേശിക്കുന്ന സെന്ററുകളിൽ വിവിധ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിന് ട്യൂട്ടർമാരെ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമോ BEdോ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 4,000 രൂപയാണ് ഓണറേറിയം. ട്യൂഷൻ സമയം തിങ്കൾ മുതൽ ശനി വരെ വൈകിട്ട് 5 മുതൽ 7 വരെയാണ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ്. യോഗ്യരായവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ സഹിതം വ്യാഴാഴ്ച പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ രാവിലെ 11-ന് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായോ ഇനി പറയുന്ന നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. 7558914482. മറ്റൊരു നമ്പർ 9961048246. ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ 2024-25 അധ്യയന വർഷത്തെ നിലവിൽ ഒഴിവുള്ളതും വരാൻ സാധ്യതയുള്ളതുമായ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സീറ്റുകളിലേക്ക് വ്യാഴാഴ്ച കോളേജിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റുകളും ആവശ്യമായ ഫീസും സഹിതം കോളേജിൽ ഹാജരാകേണ്ടതാണ്. ബ്രാഞ്ച് മാറ്റവും സ്ഥാപന മാറ്റവും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. പുതിയതായി അപേക്ഷ സമർപ്പിച്ചവർ അന്നേ ദിവസം രാവിലെ 9 മണിക്ക് കോളേജിൽ എത്തിച്ചേരേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04872751 8086 901412 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6695 രൂപയും പവന് 53,560 രൂപയും രേഖപ്പെടുത്തി.
ചെങ്ങാലൂർ സ്നേഹപുരം തരിശുപറമ്പ് നമ്പ്യാത്ത് കൃഷ്ണൻകുട്ടി ഭാര്യ കാർത്യായനി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുമതി, വസന്ത, അംബുജം, ഉണ്ണികൃഷ്ണൻ എന്നിവർ മക്കളും വിജയൻ, അനിലൻ, മോഹനൻ, പുഷ്കല എന്നിവർ മരുമക്കളുമാണ്. അളഗപ്പനഗർ പച്ചളിപ്പുറം ചേനത്തുപറമ്പിൽ ക്ലീറ്റസ് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന് കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽ പള്ളിയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ദേശീയപാതയിൽ മണലി പാലത്തിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മിനി ലോറിക്ക് പുറകിൽ ടോറസ് ലോറിയിടിച്ച് അപകടം. 3 മണിക്കൂറോളം നീണ്ട ഗതാഗത കുരുക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മറ്റത്തൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ നിർമ്മിച്ച മഠം ചെക്ക് ഡാം റോഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2-ന് പുതുക്കാട് ഹോളിഡേ പാർക്ക് റെസിഡൻസിയിൽ വെച്ച് നടക്കും. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. മാധ്യമപ്രവർത്തകരെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി കൂടിയായ നടൻ സുരേഷ് ഗോപി. മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോഴാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയുടെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.